നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. ചാനൽ ഇന്ത്യൻ റിസ്റ്റിയർ സ്കൂൾ ഓഫ് വിസ്ഡം. ഇതിലിന്ന് വിജ്ഞാന ഭൈരവ തന്ത്രം എന്താണെന്ന് ഉള്ളതാണ് നോക്കുന്നത്. വിജ്ഞാന ഭൈരവ തന്ത്രം കാശ്മീർ ശൈവ മതത്തിലെ കൗള തൃക പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ശിവതന്ത്രമാണ്. ഇത് ഗുരു കേയൂരാവതി രചിച്ചതാകാം. ഈ ഗ്രന്ഥത്തിന് കൃത്യമായ ഒരു തീയതി സ്ഥാപിക്കാൻ പ്രയാസമാണ്. ഇത് AD 7 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിൽ എഴുതിയതാകാമെന്ന് അഭിപ്രായപ്പെടുന്നു. അഭിനവഗുപ്തൻ ഇതിനെ ശിവജ്ഞാന ഉപനിഷത്തെന്നും വിളിക്കുന്നു. 163 സംസ്കൃത അനുഷ്ടുഭ ശ്ലോകങ്ങളായി ഭൈരവ, ഭയങ്കരൻ അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം, ദേവതയായ ഭൈരവിയും തമ്മിലുള്ള ഒരു സംവാദമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം 112 താന്ത്രിക ധ്യാന രീതികൾ, യുക്തികൾ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യകൾ, ധാരണകൾ വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. ഈ പരിശീലനങ്ങൾ യഥാർത്ഥ സ്വഭാവം അതിശയകരമായ ബോധം, അതായത് വിജ്ഞാന ഭൈരവ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കുമെന്ന് കരുതപ്പെടുന്നു. ശ്വസന അവബോധത്തിൻ്റെ നിരവധി വകഭേദങ്ങൾ, ശരീരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ഏകാഗ്രത, ദ്വിധമില്ലാത്ത അവബോധം, മന്ത്രപരിശീലനം, ഇന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ദൃശ്യവൽക്കരണങ്ങൾ, ധ്യാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏതൊരു പരിശീലനത്തിലും വിജയിക്കുന്നതിനുള്ള ഒരു മുൻ വ്യവസ്ഥ ഏത് രീതിയിലാണ് പരിശീലകൻ ഏറ്റവും അനുയോജ്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ്. അവലോകനം: വിജ്ഞാന ഭൈരവ തന്ത്രത്തിൻ്റെ ദേവതയായ ഭൈരവനോട് ശിവന്റെ ഭയാനകമായ അവതാരമായ മടിയിലിരിക്കുമ്പോൾ താൻ ആരാണെന്ന് ചോദിക്കുന്നു. താൻ ആരാണെന്ന് അവളോട് പറയുന്നതിന് പകരം വിവിധ സാങ്കേതിക വിദ്യകളിലൂടെ തന്ത്രം ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് ശിവൻ വിശദീകരിക്കുന്നു. സാർവത്രികമായ അതീന്ദ്രിയമായ ബോധാവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള 112 വഴികൾ ഭൈരവൻ തൻ്റെ ഉത്തരത്തിൽ വിവരിക്കുന്നു. കാശ്മീർ ശൈവ മതത്തിൻ്റെ സാഹിത്യത്തിലുടനീളം ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു. ഇത് ഈ പാരമ്പര്യത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമായി കണക്കാക്കപ്പെട്ടിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. 2018 ക്രിസ്റ്റഫർ വാലസിൻ്റെ വിവർത്തനയിൽ ഈ രീതികളുടെ ലക്ഷ്യമായ യാഥാർത്ഥ്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഥലത്തിലോ സമയത്തിലോ ഉള്ള കണക്കുകൂട്ടലുകൾക്കപ്പുറം ദിശയോ സ്ഥലമോ ഇല്ലാതെ പ്രതിനിധീകരിക്കാൻ അസാധ്യം, ആത്യന്തികമായ ആവാചകമായതും ഉള്ളിലുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ ആനന്ദഭരിതൻ, മാനസിക നിർമ്മിതികളില്ലാത്ത അവബോധത്തിലെ ഒരു മേഖല, നിറഞ്ഞൊഴുകുന്ന പൂർണ്ണതയുടെ ആ അവസ്ഥ ഭൈരവൻ്റെ സത്തയായ ഭൈരവിയാണ്. ആത്യന്തികമായി യാഥാർത്ഥ്യവും അടിസ്ഥാനപരമായ സത്താണിത്. അറിയേണ്ടതും അനുഭവിക്കേണ്ടതും അതാണ്. അത് അന്തർലീനമായ ശുദ്ധമായതാണ്, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. ക്രിസ്റ്റഫർ വാലസിൻ്റെ അഭിപ്രായത്തിൽ ഭൈരവി എന്നീ പദങ്ങൾ വികസിതമായ ബോധാവസ്ഥകളെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ഭൈരവി കൂടുതൽ ഊർജ്ജസ്വലവും സജീവവുമായ ശക്തി അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഭൈരവ നിശ്ചലവും
നിശ്ചലവുമായ ശൂന്യാവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വാചകം ഒരു ശക്തമായ ബുദ്ധമത സ്വാധീനം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും പാഠത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ ധ്യാനങ്ങളിലൊന്ന് വസ്തുക്കളുടെ ശൂന്യതയിൽ ശൂന്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും വാലസ് കുറിക്കുന്നു. ഉദാഹരണത്തിന്, ശരീരത്തെ ശൂന്യസ്ഥലമായി ധ്യാനിക്കുന്ന 48-ാം വാക്യം ഹൃദയത്തിൻ്റെ ശൂന്യസ്ഥലത്തെ ധ്യാനിക്കുന്ന 45-ഉം 49-ാം വാക്യങ്ങൾ. പരിശീലനങ്ങൾ. മിക്ക ശ്ലോകങ്ങളും ഭൈരവ ബോധാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന വിവിധ ആചാരങ്ങളുടെ സംക്ഷിപ്ത വിവരണങ്ങളാണ്. മാർക്ക് ഡെക്കോവസ്കിയുടെ ആചാരങ്ങളെ അവ പ്രത്യക്ഷപ്പെടുന്ന ശ്ലോകങ്ങൾക്കൊപ്പം വിവിധ പ്രധാന തരങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ശ്വാസത്തെ ആശ്രയിച്ചുള്ള പരിശീലനങ്ങൾ. വാക്യങ്ങൾ 24, 27, 55, 64, 154. കുണ്ടലിനി ആചാരങ്ങൾ 28, 31, 35. ദ്വൈത ശാന്തം. തലയ്ക്ക് മുകളിലുള്ള 12 വിരൽ വീതി 50, 51, 55. ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിശീലനങ്ങൾ 32, 36, 67, 77, 89, 117, 136. ശബ്ദ മന്ത്ര പരിശീലനങ്ങൾ 38, 42, 90, 91, 114. ശൂന്യത. 43, 48, 49, 58, 60, 120, 122. പ്രപഞ്ചം അല്ലെങ്കിൽ അതിൻ്റെ അഭാവം 53, 56, 57, 95. ബോഡി അല്ലെങ്കിൽ അതിൻ്റെ അഭാവം 46, 48. ശൂന്യതമായി ഓവർലാപ്പ് ചെയ്യുന്നു 52, 54, 63, 65, 93, 104, 107. ഹൃദയം കേന്ദ്രം. ഹൃദയം 49, 61, 62. ആനന്ദം കാമ 68, 74, 96. വെളിച്ചവും ഇരുട്ടും 37, 76, 87, 88. ഉറക്കവും സ്വപ്നവും ലിമിനൽ സ്റ്റാറ്റസ് 55, 75, 86. ശരീരം ഉപയോഗിച്ച് പരിശീലിക്കുക 66, 78, 79, 81, 82, 83, 110. നോക്കൽ 80, 84, 85, 113, 119, 120. സമത്വം 100, 103, 123, 124, 125, 126, 129. അറിവ് ഉൾക്കാഴ്ച 97, 98, 99, 105, 106, 112, 127, 131. തീവ്രമായ സംവേദങ്ങളുടെ വികാരങ്ങൾ 101, 115, 118. മനസ്സ് പോകുന്നിടത്ത് 33, 34, 92, 94, 108, 116, 128, 138. മാജിക് ഷോ 102, 133, 134, 135, 137. പരമേശ്വരൻ 109, 110, 121, 132. വ്യാഖ്യാനങ്ങളും ഇംഗ്ലീഷ് വിവർത്തനങ്ങളും. ഈ വാചകം 1918 കാശ്മീർ സീരീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് സ്റ്റഡീസ് KSTC പ്രത്യക്ഷപ്പെട്ടു. കാശ്മീർ സീരീസ് 2 വാല്യങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഒന്ന് ക്ഷേമരാജ ശിവോപാധ്യായ എന്നിവരുടെ സംസ്കൃത വ്യാഖ്യാനം, മറ്റൊന്ന് ആനന്ദഭട്ടരുടെ കൗമുദി എന്ന വ്യാഖ്യാനവും. 1957 പോൾ റീവ്സ് തൻ്റെ പ്രശസ്തമായ പുസ്തകമായ സെന്റ് ബോൺസിൽ ഒരു കാവ്യാത്മക ഇംഗ്ലീഷ് വിവർത്തനം ഉൾപ്പെടുത്തി ഈ വാചകം വ്യാപകമായി ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ദി ബുക്ക് ഓഫ് സീക്രട്ട് എന്ന പേരിൽ ഒറിജിനൽ ടെക്സ്റ്റിനെ കുറിച്ച് ഓഷോയുടെ ഒരു വലിയ വ്യാഖ്യാനമുണ്ട്. സംസ്കൃത പണ്ഡിതനായ
ക്രിസ്റ്റഫർ വാലസ് എഴുതിയതുപോലെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ പലതും സംസ്കൃതം വായിക്കുന്നതിൽ പരിശീലനമില്ലാത്തവരും ആശ്രയിക്കുന്ന സംസ്കൃത താന്ത്രിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ പശ്ചാത്തലം ഇല്ലാത്തവരുമാണ് ചെയ്തത്. ഇതിൻ്റെ ഫലമായി വിവിധ കാവ്യാത്മകമായ സ്വതന്ത്ര രൂപത്തിലുള്ളതുമായ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ പാഠത്തിൽ സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുന്ന യഥാർത്ഥ രീതിയിൽ ശരിയായ ആശയവിനിമയം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ജയദേവ് സിംഗിൻ്റെ വിവർത്തനവും മാർക്ക് ഡെസ്കോവ്സ്കിയുടെ വിവർത്തനവുമാണ് ഇതിൽ രണ്ട് അപവാദങ്ങൾ. വിവിധ വിവർത്തനങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. സത്യസംഗാനന്ദ സരസ്വതി സ്വാമി 2003, ശ്രീ വിജ്ഞാന ഭൈരവ തന്ത്രം ആരോഹണം 1-ാം പതിപ്പ്, മുഗർ ബീഹാർ യോഗ പബ്ലിക്കേഷൻ ട്രസ്റ്റ്. വിജ്ഞാന ഭൈരവ തന്ത്രത്തിൻ്റെ 112 ധ്യാനങ്ങൾക്കായുള്ള ആത്മസാക്ഷാത്കരണ മാനുവൽ, ലക്ഷ്മണജു, സ്വാമി ഹ്യൂസ് ജോൺ, ലക്ഷ്മണ വ്യൂ അക്കാഡമി 2015. വിജ്ഞാന ഭൈരവ കേന്ദ്രീകരണ അവബോധത്തിൻ്റെ പരിശീലനം, ലക്ഷ്മൺ ജു സ്വാമി 1907, 1991, വാരണാസി ഇൻഡിക്ക ബുക്സ്. വിജ്ഞാന ഭൈരവ അഥവാ ദിവ്യബോധം 112 യോഗകളുടെ ഒരു നിധി, ഇംഗ്ലീഷ് വിവർത്തനം, വിശദീകരണ കുറിപ്പ്, സാങ്കേതിക പദങ്ങളുടെ ആമുഖം, പദാവലി എന്നിവയുടെ സംസ്കൃത ഗ്രന്ഥം, സിംഗ് ചെയ്ത 1-ാം പതിപ്പ്, ഡൽഹി. മോത്തിലാൽ ബനാറിദാസ് 1979. തന്ത്രയോഗ, വിജ്ഞാന ഭൈരവ തന്ത്രം, ഡാനിയൽ ഓഡിയർ. ചൗധരി രഞ്ജിത്ത്, സ്വയം സാക്ഷാത്കാരത്തിനുള്ള 112 ധ്യാനങ്ങൾ, ഫിംഗർ പ്രിന്റ് പ്രസിദ്ധീകരണം. അനന്താനന്ദഗിരി സ്വാമി 2013. സോ യുവാവുന്ന മെഡിറ്റേറ്റ്, എ കൺസൈസ് ഗൈഡ് ബുക്ക് വിത്ത് കമൻട്രി ഓൺ ദി വിജ്ഞാന ഭൈരവ തന്ത്ര, ക്രിയേറ്റീവ് സ്പേസ് ഇൻഡിപെൻഡൻറ്റ് പബ്ലിഷിംഗ്. റോച്ചെ ലോറൻ, ഓഗസ്റ്റ് 2014. ദി റേഡിയൻറ്റ് സൂത്രാസ് 112 ഗേറ്റ്വേസ് ടു ദി യോഗ ഓഫ് വണ്ടർ ആൻഡ് ഡിലൈറ്റ്, ബോൾഡർ, കൊളറാഡോ. സൗണ്ട്സ് ട്രൂ, ഇൻഡോ കോർപ്പറേറ്റഡ്. സൈമനോ ദിമത്രി 2010. വിജ്ഞാന ഭൈരവ അല്ലെങ്കിൽ ലിമിനൽ കോൺഷ്യസ്നസ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ, സത്താർക്ക പബ്ലിക്കേഷൻസ്. ഓഷോ എഴുതിയ രഹസ്യങ്ങളുടെ പുസ്തകം, ഉള്ളിലെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള 112 ധ്യാനങ്ങൾ. മൈക്ക് മാഗിയുടെ വിജ്ഞാന ഭൈരവ തന്ത്രം, ജയദേവ് സിംഗിൻ്റെ വിവർത്തനത്തിൻ്റെ വ്യാഖ്യാനം. കാൾ ജ്ഞാനി ക്രിസ്ത്യൻ ബോധത്തിൻ്റെ കൈപ്പുസ്തകം, വിജ്ഞാന ഭൈരവ ധ്യാനങ്ങൾ. ദിവ്യ ധ്യാന പുസ്തകത്തിൽ നിന്ന് 112 ധ്യാനങ്ങൾ, വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ നിന്നുള്ള ധ്യാനങ്ങൾ, ഡി ഡിയോൺസിൻ്റെ വ്യാഖ്യാനവും മാർഗനിർദ്ദേശവും പരിശീലനവും. വിജ്ഞാന ഭൈരവ തന്ത്രം, ധ്യാനം, ഏകാഗ്രത, ആത്മസാക്ഷാത്കാരം എന്നിവയുടെ ഏക മഹത്തായ ഗ്രന്ഥം, ശിവൻ, മോഹൻ മുരാരി, മോഹൻ കുമാർ എന്നിവർ രചിച്ചത്. വിജ്ഞാന ഭൈരവ തന്ത്രം, സ്വാമി നിശ്ചലാനന്ദയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഉൾക്കാഴ്ച. സത്യനാരായണൻ ശർമ്മ, രൂപേൻ കൊണ്ടയുടെ വിജ്ഞാന ഭൈരവ തന്ത്രം. ക്രിസ്റ്റഫർ വാലസിൻ്റെ വിജ്ഞാന ഭൈരവ തന്ത്രം. ജെയ്സൺ അഗസ്റ്റ്യസ് ന്യൂ കോമ്പിൻ്റെ വിജ്ഞാന ഭൈരവ തന്ത്രം. വരേൽ റൊമേറോ ഇയാഗോ 2022 ഒരു ബുദ്ധൻ്റെ കലാപം, ആത്യന്തിക യാഥാർത്ഥ്യത്തിലേക്കുള്ള താക്കോലുകൾ. ഇന്ന് ആചരിക്കുന്ന പല മെഡിറ്റേഷനും അല്ലെങ്കിൽ പല വിദ്യകളും പല ആശ്രമങ്ങളിലും സ്വാമിമാരും പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എവിടാണ്, ഇതിൻ്റെ സോഴ്സ് എവിടാണെന്ന് അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിജ്ഞാന ഭൈരവ തന്ത്രത്തെക്കുറിച്ച് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാവും. ഈ മെഡിറ്റേഷനെ കുറിച്ച്, യഥാർത്ഥത്തിലെ മെഡിറ്റേഷൻ ഇതല്ല, അല്ലെങ്കിൽ അത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്ന് ഒരാൾ പറയുമ്പോൾ
ആധികാരികമായിട്ട് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് ചെന്നത്. നമ്മളൊരു നിയമത്തെക്കുറിച്ച് പറയുമ്പം അത് ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ ആ നിയമം തന്നെ തെറ്റാണെന്ന് പറയുന്നത് പോലെ ഒരു ധ്യാനക്രമം ആരെങ്കിലും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ആധികാരികമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ അത് എവിടെ നോക്കിയാൽ നമുക്ക് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും ആരും പറഞ്ഞില്ല. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയതാണ്. അത് വിജ്ഞാന വൈരവതന്ത്രമെടുത്താൽ അതിൽ നിന്നാണ് ഇന്ന് കാണപ്പെടുന്ന എല്ലാ ധ്യാനമുറകളും, മെഡിറ്റേഷൻ, അത് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഏത് ധ്യാനമുറയും ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് പലപ്പോഴും ഈ ആൾക്കാർ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് പറയത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ സ്വന്തമായിട്ടല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് അത് കണ്ടുപിടിച്ചത് അവരാണ് എന്നുള്ള ഒരു അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ അവരുടെ അടിമയായിട്ട് നമ്മൾ നിൽക്കുന്നതിന് വേണ്ടി അവരൊരിക്കലും ഇതിൻ്റെ സോഴ്സ് പറയത്തില്ല. അതൊരു തന്ത്രമാണ്. അപ്പം ഈ ഒരു യാത്രയിൽ പോകുന്നവർ ഏതൊരു കാര്യവും ആര് പറഞ്ഞാലും അത് ചെവിക്കൊള്ളരുത്. അത് നല്ലവണ്ണം നോക്കിയിട്ട് ഇനി 112 ഒരു പക്ഷേ നമുക്കൊരു ധ്യാനമുറയും നമുക്ക് അനുയോജ്യമല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ധ്യാനമുറകളുണ്ട്. അപ്പം അതാണ് സത്യത്തിലേക്കുള്ള അന്വേഷണത്തിൽ പോകേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒരു ധ്യാനമുറയും പ്രാക്ടീസ് ചെയ്യരുത്, ആരും ചെയ്യരുത്. അതൊരു ഭക്ഷണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് അവരവർക്ക് അനുയോജ്യമാണോ എന്ന് അവരവർ തന്നെ അവരവരുടെ പരീക്ഷണശാലയിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇംപ്ലിമെൻ്റ് ചെയ്യാവൂ. ഇതിൽ പല ധ്യാനമുറകളും അടിസ്ഥാനപരമായ നോളജും ശിക്ഷണവും ഇല്ലാതെ ചെയ്താൽ അത് വിപരീത റിസൾട്ട് വരും. അത് ഉപകാരത്തിനേക്കാളും ഉപദ്രവം വരും. അത് ഒത്തിരി ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മെൻ്റൽ ഇൻസ്റ്റബിലിറ്റി വരും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആസക്തി വരും. അപ്പം അതുകൊണ്ടാണ് ധ്യാനം ചെയ്യുന്നത് തന്നെ അപകടമാണെന്ന് അറിവുള്ളവർ പറയുന്നത്. അപ്പം എടുത്തു ചാടി ഒരു കാര്യത്തിലോട്ടും ചെല്ലരുത്. അത് വളരെ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് എടുത്തു വെക്കാവൂ. ഞാൻ ഈ ചാനലിൽ ജിത്തു കൃഷ്ണമൂർത്തി മെഡിറ്റേഷൻ എതിര് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ യഥാർത്ഥത്തിലെ മെഡിറ്റേഷൻ ഇതൊന്നുമല്ല എന്ന് ഈ 112 തള്ളുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ജിത്തു കൃഷ്ണമൂർത്തിയും അവസാന കാലം വരെയും ബ്രീതിങ് കൺട്രോൾ, ശ്വസനക്രിയകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടെ നിന്നിട്ടുള്ളവർ പറയുന്നത്. സത്യമാണോ അല്ലേന്നൊന്നും നമ്മൾ നോക്കണ്ട. എന്തായാലും നമ്മൾ വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്നൊരു മേഖലയാണ് ഈ സത്യാന്വേഷണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.